അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ പാഠമാണ്. അഞ്ചാമത്തെ പാഠമായ ഇറാബും ബിനാവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇറാബ് ആണ് മെയിൻ, അതിൽ ബിനാവും കൂടി വരുന്നുണ്ട്. അപ്പം ആദ്യം എന്താണ് ഇറാബ് എന്ന് നമുക്ക് നോക്കാം. വാക്യത്തിൽ ഒരു വാക്കിൻ്റെ സ്ഥാനമനുസരിച്ച് അതിൻ്റെ അവസാന അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അഥവാ സ്വരം മാറുന്നതാണ് ഇറാബ്. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഒരു വാക്യത്തിൻ്റെ സ്ഥാനമനുസരിച്ച് അതിൻ്റെ അവസാനത്തെ അക്ഷരം ഹർക്കത്ത് മാറുന്നതിനാണ് എന്ത് പറയുന്നത്? ഇറാബ് എന്ന് പറയുന്നത്. പിന്നെ ഹർക്കത്ത് അവസാനത്ത് മാറിയാൽ ആ, ഈ, ഉ, സുക്കൂൻ ഇവയാണ് അവസാനത്തെ ഹർക്കത്തായിട്ട് വരിക. ഇത് മാറുന്നാണ് പറയുന്നത്. ഇതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. ഒരേ വാക്ക് പല രൂപത്തിലും വരാം. ഉദാഹരണമായിട്ട് മുഹമ്മദുൻ അവിടെ തൻവീനിലാണ്, മുഹമ്മദ അവിടെ ഫതഹ് തൻവീനാണ്, മുഹമ്മദി അവിടെ കെസറാണ്. അപ്പോൾ വാക്ക് ഒന്ന് തന്നെ മുഹമ്മദ് എന്നുള്ളത്, പക്ഷേ അതിൻ്റെ സ്ഥാനം മാറിയതിനാൽ അവ അവസാന ഹർക്കത്ത് മാറി വരികയാണ്. ഇറാബിന് 4 പ്രധാന അവസ്ഥകൾ ഉണ്ട്. ഇറാബിന് എത്ര അവസ്ഥകളുണ്ടെന്നാണ് പറഞ്ഞത്? 4 പ്രധാന അവസ്ഥകൾ. അതേതെല്ലാണ്? ഒന്ന് റഫ്ഉ. എന്താണ് റഫ്ഉ എന്ന് പറഞ്ഞാൽ? റഫ്ഉ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം ലമ്മാണ്, ലമ്മത്ത്. ഇത് സാധാരണയായി സബ്ജക്റ്റിനെ സൂചിപ്പിക്കും. സബ്ജക്റ്റ് അഥവാ കർത്താവിനെ സൂചിപ്പിക്കും. ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി എന്നാണ് അർത്ഥം. ഇവിടെ മുഹമ്മദുൻ പോയ ആളാണ്, അതുകൊണ്ട് അതിനെന്തിട്ടി? റഫ്ഹ് കിട്ടി. രണ്ടാമത്തത് നസ്ബ്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹാണ്. ഇത് സാധാരണയായി കർമ്മത്തെയാണ് സൂചിപ്പിക്കുക. മറ്റേത് റഫ് പിന്നെ കർത്താവിനെയാണ് സൂചിപ്പിക്കുക, സബ്ജക്റ്റിനെ. ഇവിടെ നസ്ബ് കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഖറഅ മുഹമ്മദുനിൽ ഖുർആൻ, ഖറഅ മുഹമ്മദുൻ അൽ ഖുർആൻ. എന്താണ്? വായിച്ച ആളാരാണ്? മുഹമ്മദാണ്. റഫ് കിട്ടി, സബ്ജക്റ്റ്. വായിക്കപ്പെട്ടത് എന്താണ്? ഖുർആനാണ്. നസ്ബ് കിട്ടി അഥവാ ഫതഹ്. അപ്പം ഖറഅ മുഹമ്മദുൻ അൽ ഖുർആന ഫതഹാണ്. അത് നമ്മൾ വെക്കുമ്പോൾ അൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഫതഹാണ് കിട്ടിയത്. അതെന്താണ്? സബ്ജക്റ്റല്ല, അതെന്താണ്? ഒബ്ജക്റ്റാണ് അഥവാ കർമ്മമാണ്. ഇനി മൂന്നാമത്തെ ജർ എന്താണെന്ന് നോക്കുക. ജർ എന്ന് പറഞ്ഞാൽ കെസറാണ്. ജർ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഇസ്മ് എന്തായിരിക്കും? ജർ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഇസ്മിന് കെസറുണ്ടായിരിക്കും. ഫിൽ മസ്ജിദി, ഫിൽ മസ്ജിദി ദിയാണ്, കെസറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ജറക്ഷരത്തിന് ശേഷം, ജറക്ഷരങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹർഫ്. ഇനി നാലാമത്തത് ജസ്മാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ഇത് മുളാരി അഥവാ വർത്തമാനം ഭാവി ക്രിയയിൽ മാത്രം വരുന്നു. ഉദാഹരണമായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൽ അൽഹംദു എന്താണ്? റഫ് ആണ്, സബ്ജക്റ്റാണ്. ലില്ലാഹി എന്നുള്ളത് ജറാണ്, അത് വിശേഷണമായിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് ഇറാബിൻ്റെ 4 പ്രധാന അവസ്ഥകൾ: റഫ്, നസ്ബ്, ജറ്, ജസ്മ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഒരു ചെറിയ പരിശീലനം നമുക്ക് ചെയ്യാം. ഹർക്കത്ത് എന്തുകൊണ്ട് വന്നു? ദഹബ സെയ്ദുൻ. ദഹബ സെയ്ദുൻ എന്താ അർത്ഥം?
സെയ്ദ് പോയി, ദഹബ പോയി. അവിടെ കർത്താവാണ്, റഫാണ്. പിന്നെ റഅയ്തു സെയ്ദ കർമ്മമാണ്, നസ്ബാണ്. പിന്നെ മറത്തു ബിസെയ്ദി ജറാണ്, അപ്പോൾ കെസറാണ്. ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അത് റഫ്, സബ്ജക്റ്റ്. ആരിലേക്കാണ്, എന്തിലേക്കാണ് പ്രവൃത്തി പോകുന്നത്? അത് നസ്ബ്, അത് ഫതഹ്. ജർ അക്ഷരത്തിന് ശേഷമാണ് എന്ത് വരെ? കെസർ വരെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത്. ഇനി ബിനാ എന്താണെന്ന് പഠിക്കണം. വാക്യത്തിൽ സ്ഥാനം മാറിയാലും ഒരു വാക്കിൻ്റെ അവസാന ഹർക്കത്ത് മാറാതെ സ്ഥിരമായി നിൽക്കുന്നതാണ് ബിനാ. നോക്കി, ഹാദാ ത്വാലിബുൻ. ഹാദാ നോക്കണേ, ഹർക്കത്ത് മാറാതെ രണ്ടാമത്തേലേക്ക് ഞാൻ വരികയാണ്. റഅയ്തു ഹാദാ, അവിടെ ഹാദാ എന്നുള്ള ഹർക്കത്ത് മാറിയിട്ടില്ല. എന്ന വാക്കിൻ്റെ അവസാനം മാറുന്നില്ല. ഹാദാ എന്ന വാക്കിൻ്റെ പിന്നെ ഹർക്കത്ത് മാറുന്നില്ല. അതുകൊണ്ട് അത് മബ്നി എന്ന് പറയും. ഇനി മുറബ് എന്താണെന്ന് നോക്കുക. അവസാന ഹർക്കത്ത് മാറുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? മുഅറബ് എന്ന് പറയുന്നത്. മുഅറബ്. അവസാന ഹർക്കത്ത് മാറാത്ത വാക്കുകളെ മബ്നി എന്നും പറയും. അപ്പം ഇറാബ് അവസാനത്തെ ഹർക്കത്ത് മാറുന്നു, ബിനാ അവസാന ഹർക്കത്ത് മാറുന്നില്ല. മുഅറബ് ഇറാബിലുള്ള വാക്കാണ്, മബ്നി ബിനായിലുള്ള വാക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അർത്ഥം. കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ്. ഏത് രൂപത്തിൽ? റഫ്, നസ്ബ്, ജറ്, ജസ്മ്. അപ്പോൾ എന്താണ് റഫ്? സുക്കൂന്. എന്താണ് നസ്ബ്? ഫതഹ്. എന്താണ് ജറ്? കിസർ. എന്താണ് ജസ്മ്? സുക്കൂൻ. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് എന്തായി പഠിച്ചു കഴിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.